ഹരി ഓം. ഭാഗവതം ഷഷ്ഠസ്കന്ധം 2-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം മുതൽ. അധ തേ ക്വ ഗതാ സിദ്ധാഃ ചത്വാര ചാരുദർശനാഃ വ്യമോചയൻ നീയമാനം ബദ്ധ്വാ പാശൈരധോ ഭുവഃ. അധ തേ ക്വ ഗതാ സിദ്ധാഃ, അവിടെ നിർത്തുക, സിദ്ധാഃ എന്നാണ്. പിന്നെ ചത്വാര ചാരുദർശന, ചാരുദർശന വളരെ സുന്ദരമായ കാഴ്ചയോട് കൂടിയവർ. ചാരുത എന്നൊക്കെ പറഞ്ഞാൽ ഭംഗി എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ ചാരുദർശന എന്ന് പറഞ്ഞാൽ മനോഹരമായ കാഴ്ചയോട് കൂടിയവരും, സിദ്ധാഹ സിദ്ധന്മാർ ആയിട്ടുള്ളവരും, തേ ചത്വാരഹ. അപ്പോൾ അവർ 4 പേരുണ്ടായിരുന്നു. 4 പാർഷദന്മാരെന്നുണ്ടായിരുന്നില്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്, വായിച്ചിട്ടും കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത് 4 പേർ. ചത്വാരഹ. ക്വ ഗത, എവിടെ പോയി. ക്വ കം കി കിം എന്നൊക്കെ ഉള്ളത് ചോദ്യത്തെ ഉദ്ദേശിച്ചുള്ളതാണ് ആ വാക്കുകളൊക്കെ. എവിടെ കേട്ടാലും ഓർത്തോളുക. പിന്നെ ക എന്നുള്ളിടത്ത് പല അർത്ഥങ്ങൾ വേറെ പലതും പറയുന്നുണ്ട് കേട്ടോ. ക എന്നുള്ള ബ്രഹ്മാവ് എന്നർത്ഥം ഒരിടത്ത് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ, പക്ഷെ കിം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. എന്ത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ആ ധാതുവിൽ നിന്നുണ്ടായത് ക്വ, എവിടെ പോയി. ക്വ ഗത, പോയി എന്നുള്ള അർത്ഥത്തിൽ. ഗത പോയി. ക്വ ഗത പോയി, എവിടെ പോയി എന്ന്. ആരാ? പാശൈ ബദ്ധ, കയറുകൊണ്ട് ബന്ധിച്ചിട്ട് താഴത്തെ ഭൂമിയിലേക്ക്. അധോ ഭുവ ഭൂമി. അധോ എന്ന് പറഞ്ഞാൽ താഴോട്ട്. എല്ലാം അറിയാം, നമ്മളൊന്നും ആലോചിച്ചാൽ മനസ്സിലാകുന്ന അർത്ഥമേ ഉള്ളത്. നിയമാനം മാം, കൊണ്ടുപോകപ്പെടുന്ന എന്നെ, അതായത് ഞാനാണല്ലോ പോകുന്നത്. അപ്പോൾ കൊണ്ടുപോകപ്പെടുന്ന എന്നെ എന്നാണത് ഇങ്ങനെ വളച്ചാ പറയുന്നത്. വ്യമോചയൻ, ആരാണോ മോചിപ്പിച്ചുവോ, ആര് മോചിപ്പിച്ചുവോ. ആ നല്ല സുന്ദരമായ കാഴ്ചയോട് കൂടി അവരല്ലേ മോചിപ്പിച്ചത്. ആരാ? സുന്ദരമായ കാഴ്ചയുള്ള, സുന്ദരന്മാരായിരിക്കുന്ന, അല്ലെ നമുക്ക് കാണാൻ ഭംഗിയുള്ള രീതിയിൽ അവതരിച്ച ആ 4 പേര് എവിടെ പോയി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അധ തേ ക്വ ഗതാ സിദ്ധാഹ, ആ സിദ്ധന്മാരായിട്ടുള്ളവർ. ചത്വാര 4 പേര്. ചാരുദർശന ഭംഗിയുള്ളവർ. വ്യമോചയൻ നീയമാനം, എന്നെ മോചിപ്പിച്ചുവോ. വ്യമോചയൻ നീയമാനം മാം, എന്നെ മാം എന്നുള്ളതുണ്ട്. മാം എന്നുള്ളത് വേറൊരിടത്താണ് വന്നിരിക്കുന്നത്. ബദ്ധ്വാ പാശൈര് അധോ ഭുവഃ, എന്നെ കയറ് കെട്ടി കൊണ്ടുപോകാൻ വന്ന ആ താഴേക്ക് കൊണ്ടുപോകാൻ വന്ന യമകിങ്കരന്മാരെ അവർ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എന്നെ വിടുവിച്ച ആ സുന്ദരന്മാരായ ആ മനോഹര രൂപികളായ അവരെവിടെ പോയി. അഥാപി മേ ദുർഭഗസ്യ വിബുധോത്തമദർശനെ ഭവിതവ്യ മംഗളേന ഏനാത്മാ മേ പ്രസീദതി. അഥാപി തേ ദുർഭഗസ്യ, ഒന്നും തിരുത്താനൊന്നുമില്ല ഇവിടെ. വിബുധോത്തമ ദർശനെ ഭവിതവ്യം മംഗളേന ഏനാത്മാ മേ പ്രസീദതി. ഈ ജന്മത്തിൽ ഞാൻ പാപം ചെയ്തവനാണെങ്കിലും ശ്രേഷ്ഠരായ അവരുടെ ദർശനം കിട്ടാൻ വേണ്ടുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു മംഗളമായ കാര്യം ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. അവരെ കണ്ടത് നിമിത്തം എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നു. അഥാപി മേ ദുർഭഗസ്യ, ഞാൻ വളരെ ദുർഭഗനാണെങ്കിലും ഭാഗ്യഹീനനാണ് ആണെങ്കിലും വിബുദ്ധോത്തമ ദർശന, ആ ദേവശ്രേഷ്ഠന്മാരുടെ കാഴ്ച കൊണ്ട് തന്നെ, അവരെ കാണാൻ ദർശനം കൊണ്ട് തന്നെ മംഗളേന, ആ മംഗളകർമ്മത്താൽ, ഏതോ ജന്മത്തിൽ ചെയ്ത മംഗളകർമ്മത്താൽ അത് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ആത്മാ എൻ്റെ മനസ്സ് സന്തോഷിച്ചിരിക്കുന്നു. ക്വ ച അന്യഥാ മ്രിയമാണസ്യ നാശുചേർ വൃഷളീപതേ. അശുചേ എന്നാണ് വാക്ക്. അശുചേർ വൃഷളീപതേ വൈകുണ്ഠനാമഗ്രഹണം ജിഹ്വാ വക്തുമിഹ അർഹതി. അന്യഥാ മ്രിയമാണസ്യ നാശുചേർ വൃഷളീപതേ വൈകുണ്ഠനാമഗ്രഹണം ജിഹ്വാ വക്തുമിഹ അർഹതി. അങ്ങനെ അല്ലെങ്കിൽ എന്നുവെച്ചാൽ ശുചിത്വം നഷ്ടപ്പെട്ടവനായ
വൃഷളീപത. വൃഷളീപത എന്ന് പറഞ്ഞാൽ വൃഷളിയുടെ പതി, അതായത് ഒരു വേശ്യയുടെ ഭർത്താവായിട്ട് ജീവിക്കേണ്ടി വന്നത് പ്രിയമാണസ്യ. മരണാവസ്ഥയെ മരണപ്രായനായിട്ടിരിക്കുന്ന മേ ജിഹ്വ, എൻ്റെ നാവ് മനസ്സിനെ വശീകരിക്കുന്ന വൈകുണ്ഠനാമ ഗ്രഹണം അത് പറയാനായിട്ട് ഞാൻ അർഹിക്കുന്നില്ല. ഞാൻ അത്രയ്ക്ക് വലിയ തെറ്റുകാരനാണ്. എങ്കിലും പൂർവ്വ പുണ്യമില്ലെങ്കിൽ ഈ മരണാവസ്ഥ നിമിത്തം ഇത്രയും മേലാതെ കിടന്ന എനിക്ക് എൻ്റെ നാവിന് പരിശുദ്ധമാക്കുന്നതായ ഭഗവൻ്റെ നാമധേയത്തെ ഉച്ചരിക്കാനുള്ള യോഗ്യതയ്ക്ക് അവകാശമില്ല. ഈ ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണാചാര്യമെല്ലാം ഒരു വൃഷളീപതിയായിട്ട് ജീവിച്ച് മരിക്കണം. ഇരിക്കുന്ന സമയമായിട്ടും ഈ ജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഭഗവൻ്റെ നാമ ഉച്ചാരണത്തിന് ഒരു സാധ്യതയുമില്ല. പക്ഷേ പൂർവ്വജന്മ സുഹൃതമായിരിക്കാം എന്ന് അദ്ദേഹം ആശ്വസിക്കുന്നു. ക്വചാഹം കിതവ പാപോ ബ്രഹ്മഘ്നോ നിരപത്രവ ക്വച നാരായണേത്യേതത് ഭഗവൻ നാമ മംഗളം. ക്വച നാരായണേത്യേതത് അവിടെ അങ്ങോട്ട് നിർത്തുക. ഭഗവൻ നാമമംഗളം. ക്വചാഹം കിതവ പാപോ ബ്രഹ്മഘ്നോ നിരപത്രപ ക്വച നാരായണേത്യേതത് ഭഗവൻ നാമമംഗളം. വഞ്ചകനും വളരെയധികം പാപിയും ബ്രാഹ്മണ്യത്തെയൊക്കെ നശിപ്പിച്ചവനും നാണമില്ലാത്തവനുമായ ഞാൻ ഇവിടെ കിടക്കുന്നു. അമംഗളമെല്ലാം നശിപ്പിച്ച് മംഗളത്തെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന ആ മഹാത്മ്യമേറിയ നാരായണ എന്നുള്ള ആ ഭഗവാന്റെ നാമം എവിടെ കിടക്കുന്നു? ഞങ്ങൾക്ക് തമ്മിൽ എത്രയോ അകലമുണ്ട്. ജന്മാന്തരം എന്ന് വെച്ചാൽ പല പല ജന്മങ്ങളിലെ സുഹൃതം കൊണ്ടാണ് ഈ നാമസങ്കീർത്തനം എനിക്ക് തോന്നിയത്. ക്വചാഹം കിതവ, ഞാൻ എവിടെ കിടക്കുന്നു എന്നാ. ക്വചാഹം കിതവ പാപോ ബ്രഹ്മഘ്നോ നിരപത്രപ, ഇത്രയൊക്കെ ദുഷിച്ചതായിട്ടുള്ള ഞാൻ എവിടെ കിടക്കുന്നു? ലജ്ജയില്ലാത്തവൻ. ത്രപ എന്ന് പറയുന്നത് ലജ്ജ. നിരപത്രപ ലജ്ജയില്ലാത്തവൻ. അഹം ക്വച, ഞാൻ എവിടെ? നാരായണ ഇതി ഏതത് ഭഗവൻ നാമ, ആ മംഗളകരമായ നാരായണ എന്നുള്ള നാമം വിളിക്കുന്ന നാവ് എവിടെ കിടക്കുന്നു? ആ നാരായണ എന്നുള്ള നാമത്തിൻ്റെ ആ ഭഗവാൻ എവിടെ കിടക്കുന്നു? അപ്പോൾ ആ ഭഗവാൻ ഹരി എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു എന്ന് സ്വയം പറയുക, സ്വയം നിന്ദിക്കുക അദ്ദേഹം. അതിനകത്ത് തിരുത്താനൊന്നുമില്ലല്ലോ അല്ലേ. ക്വച നാരായണേതി ഏതത് അവിടെ നിർത്തണം. എന്നിട്ട് ഭഗവൻ നാമ മംഗളം, അത്രയേ ഉള്ളൂ. സോഹം തഥാ യതിഷ്യാമി യഥചിത്തേന്ദ്രിയ അനില യഥാ ന ഭൂയ ആത്മാനം അന്ധേ തമസി മത് ജയേ. യഥാ ന ഭൂയ ആത്മാനം എന്നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അന്ധേ തമസി മത് ജയേ. സഹം സോഹം എന്നുള്ളതിൻ്റെ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ സാഹം, ആ ഞാൻ ആത്മാവിനെ അന്ധേ തമസി, ആ ഗൂഢം വളരെ അധികം ആഴമേറിയ അജ്ഞാനം കൊണ്ട് ഭൂയ ഇനിയും യഥാന മജ്ജയെ ഏതു വിധമായാൽ താന്നു പോകുകയില്ല, മുങ്ങിപ്പോവുകയില്ലയോ. തഥാ ആ തരത്തിൽ ചിത്തേന്ദ്രിയാനില അടക്കിയ മനസ്സ്, ചിത്തത്തിനെ അടക്കിയത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ എന്നിവയോട് കൂടിയവനായിട്ട് യതിഷ്യാമി യത്നിക്കുന്നു. ആ കർത്തവ്യത്തെ ഇപ്പോൾ ഇനി ചെയ്യാൻ പോണ കർത്തവ്യത്തെ ഇപ്പോഴേ തീരുമാനിച്ചു വെക്കുക. സോഹം തഥാ യതിഷ്യാമി യഥചിത്തേന്ദ്രിയാനിലഹ യഥാ ന ഭൂയ ആത്മാനം അന്ധേ തമസി മത് ജയേ. യഥാ ന മജ്ജയെ ഏതുവിധമായാൽ മുക്കുകയിലോ. നിമജ്ജനം എന്ന് പറയില്ലേ, അതാണ് നിമജ്ജനം ചെയ്യാൻ പോയെന്ന് പറയാം. ഇതിനാണ് ഏത് തരത്തിൽ മുക്കുകയില്ലയോ എന്ന് പറയുന്നത്. യഥാർത്ഥ ആത്മാനം അന്ധേ തമസി മജ്ജയെ. പിന്നെ വിമുച്യ തമിമം ബന്ധം അവിദ്യാകാമകർമ്മജം. ബന്ധം നാക്കിയിട്ട് മാ വെട്ടിയിട്ട് ആയാക്കണം. സർവഭൂത സുഹൃത് ശാന്തോ മൈത്രകരുണാത്മവാൻ. വിമുച്യ തമിമം ബന്ധം അവിദ്യാകാമകർമ്മജം സർവഭൂത സുഹൃത് ശാന്തോ മൈത്രകരുണാത്മവാൻ. കാമകർമ്മജം, അവിദ്യ
കാമം, കർമ്മം ഇവയിൽ നിന്ന് ജനിച്ചതായ തം ഇമം ബന്ധം, ഈ ബന്ധത്തെ മാറ്റിയിട്ട് വിമുച്യ മാറ്റിയിട്ട് അടർത്തി മാറ്റിയിട്ട് സർവഭൂത സുഹൃത്, സർവ ജീവജാലങ്ങളുടെയും സുഹൃത്തും ശാന്തനും മിത്രവും അതുപോലെ കരുണയുള്ളവനുമായ ആ ആത്മാവിനെ ആശ്രയിച്ചവനും. പിന്നെ അടുത്തതിലാണ് പറയുന്നത് ബാക്കി. അപ്പോൾ അതിനകത്ത് തിരുത്താനൊന്നുമില്ല. ബന്ധം എന്ന് ആക്കുക, പിന്നെ കർമ്മജം എന്നും ആക്കുക. ബന്ധം എന്ന് കഴിഞ്ഞിട്ട് പൂജ്യം ഇടുക, അവിടെ മാ വെട്ടിയിട്ട് ആയാക്കുക. അത് മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ വായിക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് തിരുത്തൽ നടത്തുന്നത്. മോചയെ ഗ്രസ്തമാത്മാനം യോഷിന്മയാത്മമായയാ വിക്രീഡിതോ യയൈവാഹം ക്രീഡാമൃഗ ഇവാധമഃ. മോചയെ ഗ്രസ്തം ആത്മാനം യോഷിന്മയാത്മമായയാ. യോഷ എന്ന് പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീ സ്വരൂപത്തോടു കൂടിയ ആത്മമായ ഈശ്വരമായയാൽ, ഈശ്വരൻ്റെ മായ സ്ത്രീ രൂപമാണെന്ന് പറയുന്നത്. ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ആ ആത്മാവിനെ മോചയെ ഞാൻ മോചിപ്പിക്കുന്നു. യാതൊരുവളാൽ അഹം ഞാൻ അധമനായിപ്പോയത്, ഒരു സ്ത്രീയാലാണ്. ക്രീഡാമൃഗ ഇവ, അത് ഒരു കളിക്കുന്ന ഒരു മാൻകുട്ടിയെ പോലെ, മാനിനെ പോലെ കളിക്കപ്പെട്ടു. കളിക്കപ്പെട്ടു. അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. മായ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറയുക. മമാഹമിതി, അതിനകത്ത് ചിരിത്താനൊന്നുമില്ല കേട്ടോ. മോചയെ ഗ്രസ്തമാത്മാനം യോഷിന്മയാത്മമായയാ വിക്രീഡിതോ യൈവാഹം ക്രീഡാമൃഗ ഇവാധമ. മമാഹമിതി ദേഹാദൗ ഹിത്വാ ധീർമതിം എന്നുള്ള മതീം എന്ന് വായിക്കരുത്. മതിം എന്ന് എഴുതിയിട്ടുള്ള മതിം എന്ന് വായിക്കണം, അല്ലെ അർത്ഥവ്യത്യാസം വരും. മമാഹമിതി ദേഹാദൗ ഹിത്വാ മിഥ്യാർത്ഥ ധീർമതിം. മമാഹമിതി ദേഹാദൗ ഹിത്വാ മിഥ്യാർത്ഥധീർമതിം ധാസ്യേ മനോ ഭഗവതി ശുദ്ധം തത്കീർത്തനാദിഭിः. അതുപോലെ മിഥ്യ ആയിട്ടുള്ള ശരിക്കുള്ളതല്ലാത്തതായ വസ്തുവിൽ അത് സത്യമാണെന്ന് ഉള്ള ബുദ്ധിയോടുകൂടി ഞാൻ ദേഹാദികളിൽ, ഇതൊന്നും സത്യമല്ലെന്നാണ് പറയുന്നത്, ദേഹാദികളിൽ അഹം മമ, അതായത് ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു ബുദ്ധിയെ, അതിനെ വെടിഞ്ഞിട്ട് തത് കീർത്തനാദിപി, അതായത് ഭഗവാന്റെ അങ്ങയുടെ കീർത്തനാദികളാൽ ശുദ്ധം പരിശുദ്ധമാക്കുന്ന ആക്കാനുള്ള മനസ്സിനെ ഭഗവാനിൽ ധാസ്യയെ ഉറപ്പിക്കുന്നു എന്ന് പറയാണ്. യൈവാഹം ക്രീഡാമൃഗ ഇവാധമ വിക്രീഡിതോ യൈവാഹം. മമാഹമിതി ദേഹാദൗ ഹിത്വാ മിഥ്യാർത്ഥധീർമതിം, ആ ബുദ്ധിയെ ധാസ്യേ മനോ ഭഗവതി. ഇവിടെ ദേവിയുടെ കാര്യമൊന്നും അല്ല പറയുന്നത്, ഭഗവതി, അതായത് ഭഗവാനിൽ. തത് കീർത്തനാദിഭിः, ഇങ്ങനത്തെ വാക്കുകൾ കാണുമ്പം ഭഗവതി എന്ന് കാണുമ്പോൾ അവിടെ പെട്ടെന്ന് ദേവിയെ കുറിച്ചല്ല ആലോചിക്കേണ്ട, ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ. ശുദ്ധം തത് ശുദ്ധമായ അങ്ങയുടെ കീർത്തനത്തിൽ മുഴുകിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീശുക ഉവാച, ഇത്രയാണ് അജാമിളൻ പറഞ്ഞത്. തീരുമാനിച്ചു പുള്ളി എന്നാ ചെയ്യേണ്ടതെന്ന്. ഇതിജാതസു നിർവേദഃ ക്ഷണസംഗേന സാധുഷു ഗംഗാദ്വാരമുപേയായ മുക്ത സർവാനുബന്ധനഃ. കുറച്ച് നേരത്തെ ആണെങ്കിലും ആ സാധുവിൻ്റെ സംഗമം കൊണ്ട്, സാധുവായിട്ടുള്ള ആളിൻ്റെ സംഗമം കൊണ്ട്, സാധുക്കളിൽ നിന്ന് സന്യാസിമാർ പോലെയുള്ള ജീവൻ മുക്തരായവർ, അവർ ആത്മാവാണ് ഞാനെന്ന് മനസ്സിലാക്കിയ ആ സാധുക്കളുടെ ക്ഷണനേരത്തെ സംഘം കൊണ്ട് അവർക്ക് അദ്ദേഹത്തിന് ആ ജീവിതത്തോട്, ഈ വസ്തുക്കളോട്, അതുപോലെ മായ ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇഹലോക ജീവിതത്തിനോടൊരു വിരാഗത, അതിനോടൊരു അകൽച്ച തോന്നിയിട്ട് എന്ത് ചെയ്തു? സർവബന്ധന, എല്ലാ ബന്ധങ്ങളെയും വിടർത്തിയിട്ട് ഗംഗാദ്വാരമായ ഹരിദ്വാരത്തെ ഉപേയായ പ്രാപിച്ചു. ഇവിടെ ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഗംഗയിലോട്ട്, ഹരിയുടെ കവാടത്തിലോട്ട് പോകുന്ന അവിടെയാണ് തുടങ്ങുന്നത്. ദേവഭൂമി എന്ന് പറയും.
അവിടെ ഗംഗാദ്വാരം, ഹരിദ്വാർ എന്ന് പറഞ്ഞാൽ ഹരിയുടെ ദ്വാർ, അത് തന്നെ. ആ ഹരിയുടെ അടുത്തോട്ടുള്ള പോക്കിന് ആദ്യമായിട്ട് എത്തുന്ന സ്ഥലമാണ് ഹരിദ്വാർ. അവിടെയോട്ട് പോയി അവിടെ തപസ് ചെയ്തതിന് ശേഷമാണ് അജാമിളന് മോക്ഷം കിട്ടുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞത്. നമ്മുടെ കിളിപ്പാട്ടിൽ എഴുതിയിരിക്കുന്ന പോലെയല്ല ഭാഗവതം വ്യാസൻ രചിച്ചിരിക്കുന്നതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഗംഗാദ്വാരത്തിൽ പോയി വീണ്ടും ഇതെല്ലാം മനസ്സിലാക്കി, ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹത്തിനെ ആരും യമദൂതന്മാർ കൊണ്ടുപോയില്ല, പാർഷദന്മാരും കൊണ്ടുപോയില്ല, അവർ മറഞ്ഞു എന്നാണ് പറയുന്നത്. അവർ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടാണ് ഈ ശ്ലോകങ്ങൾ മുഴുവൻ, മുമ്പത്തെ നേരത്തെ ഉദ്ധരിച്ച ശ്ലോകങ്ങൾ മുഴുവനും പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഗംഗാദ്വാരത്തിലോട്ട്, ഹരിദ്വാറിലോട്ട് പോയി അവിടെ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ വാക്കുകളൊന്നും തിരുത്താനില്ല കേട്ടോ. പിന്നെ സ തസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിതഃ പ്രത്യാഹൃതേന്ദ്രിയഗ്രാമോ യുയോജ മന ആത്മനി. സ തസ്മിൻ ദേവസദന, ദേവസ്ഥാനമെന്ന പ്രസിദ്ധമായിരിക്കുന്ന ഹരിദ്വാറിൽ ചെന്നിരുന്ന ആ അജാമിളൻ എന്ന ബ്രാഹ്മണൻ അഷ്ടാംഗയോഗമൊക്കെ ശീലിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. പ്രത്യാഹൃതേന്ദ്രിയഗ്രാമോ, പ്രത്യാഹരിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളെയെല്ലാം ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കി ആ മനസ്സിനെ ആത്മനി കണ്ടോ, ഭഗവാനിൽ, ആത്മാവിൽ യോജിപ്പിച്ചു. യുജ് എന്നുള്ള ധാതുവാണ് അവിടെ വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് യുയോജയൊക്കെ വന്നത്. അങ്ങനെ അവിടെ ആ യോഗത്തെ ആശ്രയിച്ചവനും ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയവനും മനസ്സിനെ ആത്മാവിൽ യോജിപ്പിച്ച് നിർത്താനും ആ പതുക്കെ പ്രാണായാമാദി യോഗമാർഗത്തെ ആശ്രയിച്ച് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച്, തൻ്റെ മനസ്സിനെ അവിടെ നിന്നെല്ലാം പിൻവലിച്ച്, വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മാവിൽ തന്നെ നിർത്തി. സ തസ്മിൻ ദേവസദന ആസീനോ യോഗമാശ്രിതഃ പ്രത്യാഹൃതേന്ദ്രിയഗ്രാമോ യുയോജ മന ആത്മനി, മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തി. തതോ ഗുണേഭ്യാത്മാനം വിയുജ്യാത്മസമാധിന യുയുജേ ഭഗവദ്ധാംനി ബ്രഹ്മണ്യനുഭവാത്മനി. തതോ ഗുണേഭ്യാത്മാനം വിയുജ്യാത്മസമാധിന യുയുജേ ഭഗവദ്ധാംനി, ഭഗവത് സ്വരൂപത്തിൽ യുയുജേ യോജിപ്പിച്ചു. ഗുണങ്ങളിൽ നിന്ന് ആത്മാവിനെ ആത്മസമാധി കൊണ്ട് വേർപെടുത്തിയിട്ട് അനുഭവാത്മനി, അനുഭവാത്മനി സച്ചിദാനന്ദ സ്വരൂപം, സത്ത് ചിത്ത ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങൾ ഇങ്ങനെയാണ്. ഭഗവാൻ എന്താണ്? സത്ത് ചിത്ത ആനന്ദമയമാണ് ഭഗവാൻ, അതായത് ബ്രഹ്മം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാന് നമ്മൾ പിന്നെ കൊടുത്ത അലങ്കാരങ്ങളാണ് 4 കൈയും പിന്നെ ഗദയും ഭഗവാന്റെ ആയുധങ്ങളും മഞ്ഞ പട്ടും നീല നിറവും ഒക്കെ നമ്മൾ കൊടുത്തതാണ് കേട്ടോ. അല്ലാതെ ബ്രഹ്മത്തിന് പ്രത്യേക രൂപമൊന്നുമില്ല. ആ ബ്രഹ്മം എന്ന് പറയുന്നത് അതിനകത്തോട്ട് മനസ്സിനെ യോജിപ്പിച്ച് നിർത്തി. അത് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഈ ബ്രഹ്മണ്യ അനുഭവാത്മനി, ആ അതിനെ മനസ്സിലാക്കി, അതിനെ അനുഭവിച്ചു, ഭഗവത് സ്വരൂപത്തിൽ ഉറപ്പിച്ചു. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. അതിനകത്തൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഒന്നും പിരിച്ചെഴുതാനൊന്നുമില്ല. യർഹി ഉപാരതധീസ്തസ്മിൻ അദ്രാക്ഷീത് പുരുഷാൻ പുരഃ. അദ്രാക്ഷീത് യർഹി ഉപാരതധീ തസ്മിൻ, ഉപാരതധീഹി എന്നാണ്. യർഹി ഉപാരതധീഹി, പിന്നെ സ വെട്ടിക്കളഞ്ഞാൽ ധീഹി എന്നാക്കിയാൽ മതി. പിന്നെ തസ്മിൻ അദ്രാക്ഷീത്, പുരുഷാൻ പുരഃ ഉപലഭ്യോ ഉപലബ്ധാൻ പ്രാഗ് വവന്തേ ശിരസാദ്വിജഃ. അതിൽ ഉപാരദധി യർഹി ആ ഉപരതിയെ പ്രാപിച്ച ബുദ്ധിയോട് കൂടിയപ്പോൾ പുരഃ മുൻഭാഗത്തിൽ പ്രാഗ് ഉപലബ്ധാൻ മുമ്പ് കണ്ടിരുന്ന
ആ പുരുഷന്മാരെ, മുമ്പ് കണ്ടെന്ന് പറഞ്ഞ ആ 4 പുരുഷന്മാരെ ഉപലഭ്യ കണ്ടിട്ട്, അതൊക്കെ മനസ്സിലെല്ലാം ആ വിഷയങ്ങളിൽ നിന്ന് ഇതിനെല്ലാം ഇങ്ങനെ പിൻവലിച്ചപ്പോൾ മുമ്പ് കണ്ടിരുന്ന ആ 4 പേരെ കണ്ടു അദ്ദേഹം. കണ്ടിട്ട് ആ ബ്രാഹ്മണൻ ദ്വിജഹ, ആ ബ്രാഹ്മണൻ ശിരസ് കൊണ്ട് വന്ദിച്ചു. ആ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ ആ സത്വചിത്ത ആനന്ദ സ്വരൂപമായ ആ ഭഗവാനിൽ ബുദ്ധിയെ നിർത്തിയപ്പോൾ മുമ്പ് കണ്ടിരുന്ന ആ ദിവ്യപുരുഷന്മാരെ തൻ്റെ മുമ്പിൽ ഈ അജാമിളിന് കാണാൻ സാധിച്ചു. അപ്പോൾ തന്നെ എങ്ങനെയാണ് ശിരസ് കൊണ്ട് വന്ദേ തന്നെ വന്ദിച്ചു. യർഹ്യുപാരദധീസ് തസ്മിൻ വരെ നിർത്തുക. പിന്നെ അദ്രാക്ഷീത് കണ്ടിട്ട് പുരുഷാൽപുര ഉപലഭ്യോപലബ്ധാൻ പ്രാഗ്വവന്ദേ ശിരസാ ദ്വിജഃ ഹിത്വാ കളേബരം തീർത്ഥേ ഗംഗായാം ദർശനാദാനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനാം ഹിത്വാ കളേബരം തീർത്ഥേ ഗംഗായാം ദർശനാദാനു സദ്യസ്വരൂപം ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിനാം ദർശനാത്, അവരുടെ ദർശനത്തിന് ശേഷം തീർത്ഥത്തിൽ, അതായത് ഗംഗയിൽ ശരീരത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഉടനെ തന്നെ ഭഗവത് പാർശ്വവർത്തിന ഭഗവാന്റെ സമീപത്തിലിരിക്കുന്നവരുടെ ആ സ്വരൂപത്തെ സ്വീകരിച്ചു. ആ പാർഷദന്മാരുടെ രൂപത്തെ തന്നെ ഈ ബ്രാഹ്മണൻ കിട്ടി. ആ പാർഷദനായി ഭഗവാനായി തീർന്നു. അത്രയും നേരം അവിടെ ഗംഗാതീരത്ത് പോയി ഹരിദ്വാറിൽ പോയി തപസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. നേരത്തെ അങ്ങ് കൊണ്ടുപോയില്ല, അവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നു. അത് കഴിഞ്ഞ് പതുക്കെ നടന്ന് യാത്ര ചെയ്ത് ഹരിദ്വാറിലെത്തിയതിന് ശേഷമാണ് ഹിത്വാ കളേബരം ആ തീർത്ഥത്തിൽ മുങ്ങി ഗംഗായാം ദർശനാദനു അവിടെ ദർശനം നടത്തി കിട്ടി. സദ്യസ്വരൂപം, ആ സ്വരൂപത്തെ തന്നെ പ്രാപിച്ചു. ജഗൃഹേ ഭഗവത് പാർശ്വവർത്തിന ഭഗവാന്റെ സമീപത്ത് തന്നെ ഇരിക്കുന്ന ആ രൂപത്തെ സ്ഥിരീകരിച്ചു. അവരുടെ ദർശനം കൊണ്ട് സ്വശരീരത്തെ ഹരിദ്വാരം എന്ന ആ തീർത്ഥസ്ഥാനത്തിൽ ഗംഗയിൽ ഉപേക്ഷിച്ചു ശരീരത്തെ. എന്നിട്ട് ഭഗവത് ഭജനത്തിന് ഉപകരിക്കുന്നതായ ആ ഭഗവത് പാർഷദന്മാരുടെ സ്വരൂപത്തെ സ്വീകരിച്ചു. സാകം വിഹായ സാ വിപ്രോ മഹാപുരുഷ കിങ്കരൈഃ ഹൈമം വിമാനമാരുഹ്യയയൗ യത്ര ശ്രിയഃ പതിഃ. സാകം വിഹായ സാ വിപ്രോ മഹാപുരുഷ കിങ്കരൈഃ ഹൈമം വിമാനമാരുഹ്യ യയൗ യത്ര ശ്രിയഃ പതിഃ എന്ന് അവിടെ പിരിച്ചെഴുതാനൊന്നുമില്ല. മഹാപുരുഷന്മാരായ ആ കിങ്കരന്മാർ ഭൃത്യന്മാരോട് കൂടി ആ വിപ്രഹ ബ്രാഹ്മണൻ ഹൈമം വിമാനം, സ്വർണ്ണമയമായ ആ വിമാനത്തെ ആരുഹ്യ കയറിയിട്ട് എത്ര ശ്രീയ പതി, ആ ശ്രീപതി ആരാ? മഹാവിഷ്ണു. ശ്രീ ലക്ഷ്മി, ശ്രീപതി മഹാവിഷ്ണു. അവിടേക്ക് വിഹായസു ആകാശമാർഗത്തിൽ കൂടി യയൗ യാനം ചെയ്തു. യാനം എന്നുള്ളതാണ് യാത്ര ചെയ്തു എന്ന് പറയുന്നത്. യാനം ചെയ്തു. യയൗ എന്നുള്ള വാക്ക് അവിടുന്ന് വന്നതാണ്. കിട്ടിയല്ലോ. പിന്നെ ആകാശമാർഗത്തിൽ കൂടി ഭഗവാന്റെ സ്ഥാനത്തേക്ക് പോയി. അതായത് ഇവിടെ ശ്രീയഃ പതി, ശ്രീ ഭഗവതിയുടെ പതിയായ എന്നാണ്, അത് ഭഗവാൻ. ഏവം സ വിപ്ലാവിത സർവധർമ്മ ദാസ്യാപതിപതിതോ ഗർഹ്യകർമ്മണ നിപാത്യമാനോ നിരയേ ഹതവ്രതഃ സദ്യോ വിമുക്തോ ഭഗവത് നാമ ഗൃണ്ണൻ. ഏവം സ വിപ്ലാവിത സർവധർമ്മ ദാസ്യാപതിപതിതോ ഗർഹ്യകർമ്മണ നിപാത്യമാനോ നിരയേ ഹതവ്രത സദ്യോ വിമുക്തോ ഭഗവൻ നാമ ഗൃണ്ണൻ. ഇപ്രകാരം വിപ്ലാവിത സർവധർമ്മ, ഉപേക്ഷിക്കപ്പെട്ട വേണ്ടെന്ന് വെച്ച സർവധർമ്മങ്ങളോടും കൂടിയവനും ഗർഹ്യകർമ്മണ, ആ നിന്ദ്യകർമ്മത്താൽ പതിത ഭ്രഷ്ടനും ഹതവ്രത വ്രതങ്ങളെയെല്ലാം ഇല്ലാതാക്കിയവനും നിരയേ നരകമാണ് കേട്ടോ. നിരയേ നരകം എന്നുള്ള അർത്ഥം അവിടെ എഴുതി വെച്ചു. നിപാത്യമാന, ആ പതിച്ചു, നിപതിച്ചു എന്ന് പറയരുത് നമ്മൾ മലയാളത്തിൽ, അത് തന്നെ പതിക്കപ്പെട്ടവനുമായ ആ ദാസ്യാപതി, ആ ശൂദ്ര സ്ത്രീയുടെ ഭർത്താവായ ദാസി ഭർത്താവായ അവൻ ഭഗവത് നാമ, ഭഗവാന്റെ നാമത്തെ
ഗ്രഹിച്ചവനായിട്ട്, ഗൃണ്ണൻ ഗ്രഹിച്ചവനായിട്ട് ഉടനെ സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എന്നാ കേട്ടോ, വിമോചിക്കപ്പെട്ടു. നാദപരം കർമ്മനിബന്ധകൃന്ദനം മുമോക്ഷതാം തീർത്ഥപദാനുകീർത്തനാത് നയത് പുനഃ കർമ്മസു സജ്ജതേ മനോ രജസ്തമോഭ്യാം കലിലം തദോന്യഥാ. നദഃപരം കർമ്മനിബന്ധകൃന്ദനം മുമോക്ഷതാം തീർത്ഥപദാനുകീർത്തനാത് നയത് പുനഃ കർമ്മസു സജ്ജതേ മനോ രജസ്തമോഭ്യാം കലിലം തദോന്യഥാ. അതുകൊണ്ട് മുമുക്ഷത അതുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ കർമ്മനിബന്ധ കൃന്ദനം, കർമ്മത്തെ നശിപ്പിക്കുന്നതിനായിട്ട് ചെയ്യാൻ ഇല്ലാതാക്കാനായിട്ട് തീർത്ഥപദാനുകീർത്തനാത് ഭഗവാന്റെ നാമകീർത്തനത്തെക്കാൾ പരം ഉത്കൃഷ്ടമായിട്ട് ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ മനസ്സ് കർമ്മസു പിന്നെ കർമ്മങ്ങളിൽ സജ്ജതേ ആസക്തമാകുന്നില്ല. ഭഗവാനിൽ മനസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളോട് നമുക്ക് കുറവ് തോന്നിത്തുടങ്ങും, ചെയ്യുന്ന പ്രവൃത്തികൾ വേണ്ട എന്ന് തോന്നിത്തുടങ്ങുമെന്നാണ്. അതിൽ നിന്ന് അന്യമായ പ്രായശ്ചിത്തത്താൽ രജസ് തമസുകളാൽ കലുഷമാകുന്നു. വേറെ എന്ത് പ്രായശ്ചിത്തം ചെയ്താലും ഭഗവാൻ നാമം കീർത്തനത്താലല്ലാതെ ബാക്കി വ്രതങ്ങളോ തീർത്ഥസ്നാനങ്ങളോ ഒക്കെ ചെയ്താൽ കുറച്ചൊക്കെ പാപങ്ങൾ പോകുമെന്ന് പറയുമെങ്കിലും ഇതുപോലെ നിശേഷമായിട്ട് രജസ് തമസ് എന്നുള്ള ആ ഒരു ഗുണങ്ങളിൽ നിന്ന് നമ്മൾ വിമുക്തരാകാൻ പോണില്ല, എന്ത് ചെയ്തില്ലെങ്കിൽ, നാമസങ്കീർത്തനം ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്താലും, ഏത് തീർത്ഥങ്ങളിൽ നമ്മൾ പറയാറില്ല, തീർത്ഥങ്ങളിൽ കുളിച്ചാലും, ഏതൊക്കെ വ്രതങ്ങൾ നോറ്റാലും, ഏതൊക്കെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാലും, സിദ്ധന്മാരുടെ അനുഗ്രഹം കിട്ടിയാലും ഒന്നും ഇത്രയാകുന്നില്ല, എത്രയും ഭഗവാന്റെ നാമസങ്കീർത്തനം പാടുന്നതിന് തുല്യമാകുന്നില്ല എന്ന് വീണ്ടും 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 നമ്മളോട് പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഭാഗവതം. നമ്മളത് ശിരസാ വഹിക്കുക. അതുകൊണ്ട് നാമസങ്കീർത്തനം മുടങ്ങാതെ ചെയ്യുക. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് ചെറിയ ഇതൊക്കെ നമുക്കിപ്പം മനസ്സിൽ ഓർക്കാൻ പറ്റും. ഭാഗവതത്തിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ, അതിനാണ് നമ്മൾ ഓരോ മന്ത്രങ്ങളായിട്ടുള്ളത് ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാമൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഉരുവിടുക, ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുക. പിന്നെ ഇതില്ലേ ചതുശ്ലോകി ഭാഗവതം, അത് പറയാം. അതൊക്കെ നമുക്ക് കാണാതെ അറിയാവുന്ന. പിന്നെ ഭഗവാന്റെ അഷ്ടോത്തരമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശ്ലോകങ്ങളായിട്ടൊക്കെയുള്ള ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ, ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ ശരണം കൃഷ്ണാത്വ അമഹം ശരണം ഗത, അതൊക്കെ നമുക്കിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നാമസങ്കീർത്തനത്തിൽ ഉൾപ്പെട്ടോളും. അപ്പം അതിങ്ങനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വേറെ ഒന്നുമില്ല. നാരായണ 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 മന്ത്രം ഇങ്ങനെ കിടക്കട്ടെ. യേവം പരമം ഗുഹ്യം ഇതിഹാസമഖാപഹം ശൃണുയാത് ശ്രദ്ധയാ യുക്തോ യശ്ച ഭക്ത്യാനുകീർത്തയേത് ന വൈ സ നരകം യാതി നേക്ഷിതോ യമകിങ്കരൈഃ യദ്യാപ്യമംഗളോ മർത്യോ വിഷ്ണുലോകേ മഹീയതേ. ഈ കഥയുടെ ശ്രവണഫലം പറയുക. എന്താ, യാതൊരുവനാണോ ഈ സർവശാസ്ത്ര രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന ഈ കഥ എങ്ങനെയാ, പരമഗുഹ്യമാണ്, രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ ആരോടും പറയാത്തതെന്നല്ല, അത് വളരെ വളരെ ഗൗരവമേറിയതാണ്. അപ്പോൾ അത് നമ്മൾ ഗൗരവമേറിയൊരു കാര്യം രഹസ്യമായിട്ട് വെക്കുമല്ലോ. ഇത് കേൾക്കുന്നവരും ശ്രദ്ധയോടെ കേൾക്കുന്നവരും ഭക്തിയോടെ കീർത്തിക്കുകയും ചെയ്യുന്നു. ആ മനുഷ്യൻ എല്ലാ ദുരാചാരങ്ങൾ യുക്തനായിരുന്നാൽ കൂടി അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. നമുക്കറിയാം നമ്മൾ പല ദുരാചാരങ്ങളും ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ആയിരുന്നാൽ കൂടി അവൻ്റെ പാപം മുഴുവനായിട്ട് മാറിക്കിട്ടും എന്ന് ഭാഗവതം പറയുന്നു. അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ നാമം സങ്കീർത്തനം പാടുക, പറയുക, പ്രചരിപ്പിക്കുക. അവന് നരക ലോകത്തിൽ പ്രവേശിക്കേണ്ടതായി വരികയില്ല. അപ്പം നമ്മുടെ എരമല്ലൂർ ഇവിടെ ആരും നരകത്തിൽ പോകാൻ പോകണില്ല. ഇവിടുന്ന് ആരെയും കിട്ടുകയില്ല. നരകത്തിലോട്ടുള്ള നമുക്കുള്ള ടിക്കറ്റ് ക്യാൻസലായി. യമകിങ്കരന്മാർ അവനെ നോക്കുക പോലും ചെയ്യുകയില്ല. ഇങ്ങോട്ട് നമ്മുടെ കിങ്കരന്മാർ വരുമോ നമ്മളെ പേടിപ്പിക്കുകയോ ചെയ്യുകയില്ല. ധൈര്യമായിട്ട് അത് വിശ്വസിക്കുക കേട്ടോ. അല്ലാതെ പകുതി വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാനെ വിളിക്കുന്നുണ്ട്, അവിടെ യമകിങ്കരന്മാർക്ക് യാതൊരു കാര്യവുമില്ല.
അല്ലാതെ നമുക്ക് പോകാം, പാർഷദന്മാർ വരും, സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന ഭാഗങ്ങൾ നമ്മൾ പലരുടെയും കണ്ടിട്ടുമുണ്ട്. പേടിക്കാതെ, ചിലർ ഭയങ്കര പേടിയാന്ന് പറയാറില്ല, ചിലർക്കതില്ല, ഉറപ്പായിട്ടവർ അങ്ങെത്തും, അത് ഉറപ്പാണ്. നമ്മളങ്ങനത്തെ മരണങ്ങളും കണ്ടിട്ടുണ്ട്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ എല്ലാവർക്കും പറയാൻ കാണും. ഓരോ മരണങ്ങൾ കണ്ടിട്ട് അവർ വിചിത്രമായ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ പ്രത്യേകതയുള്ള മരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവൻ വിഷ്ണു ലോകത്തിൽ പ്രവേശിച്ചിട്ട് പാർഷദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് വിളങ്ങും. ഇവൻ ഇനി പാർഷദനാകും, വേറെ ഒരാളിനെ കൊണ്ടുവരാൻ പോകാനായിട്ട്, മനസ്സിലായോ? അങ്ങനെ പാർഷദനായിട്ട് മാറും. മറിയമ്മ എന്നോട് അതിനകത്ത് വല്ലതും പറയാനുണ്ടോ നോക്കട്ടെ. 2 ശ്ലോകം ഒന്നിച്ചായതുകൊണ്ട് യേവം പരമം ഗുഹ്യം എന്നാക്കുക, പിന്നെ ഇതിഹാസമഖാപഹം എന്നാക്കുക. മീ വെട്ടിയിട്ട് ഇതിഹാസമഖാപഹം ശൃണിയാതെ ശ്രദ്ധയാ യുക്തോ യശ്ച ഭക്തിയാനുകീർത്തയേത്. അതൊക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന അർത്ഥങ്ങളുള്ളതേ ഉള്ളൂ, ഒന്നും പ്രത്യേകം പറയണ്ട. ന വൈ സ നരകം യാതി നേക്ഷിതോ നേക്ഷിതോ എന്ന് വെച്ചാൽ കാണുന്നേ ഇല്ല, നാക്ഷിതോ എന്ന് വെച്ചാൽ കാണുന്നേ ഇല്ല. ആരെയാ? ഈക്ഷിത, നോക്കപ്പെടുന്നില്ല. ആരാല? യമകിങ്കരന്മാരാൽ നമ്മൾ ഈക്ഷിതോ, നമ്മൾ നോക്കപ്പെടുന്നേ ഇല്ല. യമകിങ്കരന്മാർ നമ്മളെ നോക്കുകയില്ല. യദ്യപി അമംഗളോ മർത്യോ വിഷ്ണുലോകേ മഹീയതേ. മംഗളം നോക്കപ്പെടുന്നേ ഇല്ല. ദുരാചാരം എന്ന് വെച്ചാൽ ഒരുപാട് അമംഗളങ്ങൾ ചെയ്ത ദുരാചാരങ്ങളൊക്കെ ചെയ്തവനായിരുന്നാലും ആ മനുഷ്യൻ വിഷ്ണു ലോകത്തിൽ മഹീയതയെ ശോഭിക്കുന്നു. മ്രിയമാണോ ഹരേർനാമ ഗൃണൻ പുത്രോപചാരിതം അജാമിളോപ്യഗാധാമ കിം പുനഃ ശ്രദ്ധയാ ഗൃണൻ. മ്രിയമാണ നമുക്കറിയാം. നാൾ മുമ്പേ പറഞ്ഞ എപ്പോഴാണ് മ്രിയമാണ, മരണം എന്നുള്ളതിൻ്റെ ഇതിനകത്ത് മ്രിയമാണ. മരണാവസ്ഥയിൽ കിടക്കുന്ന ആ ഒരു സ്റ്റേജിൽ കിടക്കുന്ന അജാമിളനും അജാമിളനും പുത്രോപചാരിതം, പുത്രനെ നാമമായിട്ട് വിചാരിച്ചതായ ഹരേ നാമ, ആ ഹരേ എന്നുള്ള നാമത്തെ ഗൃണൻ ഉച്ചരിക്കുന്നവനായിട്ട് ഭഗവത് സ്ഥാനത്തെ അഗാധ പ്രാപിച്ചു, അവിടെ എത്തി. ശ്രദ്ധയാഗ്രഹണൻ, ശ്രദ്ധാപൂർവം ഉച്ചരിക്കുന്നവൻ കിം പുനഃ, ശ്രദ്ധയോടുകൂടി അവനറിയാതെ മകൻ്റെ നാമം ജപിച്ചിട്ടും അവൻ എവിടെ ഭഗവാന്റെ അടുത്തെത്തി. അപ്പോൾ പിന്നെ ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കുന്നവൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പം നമ്മുടെ കാര്യത്തിന് ഏതായാലും ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് കളയാതെ, ടിക്കറ്റ് ഇടയ്ക്ക് വെച്ച് ക്യാൻസലാകാതെ സൂക്ഷിക്കുക. എന്താ ഭഗവാന്റെ പാർഷദനാകാനായിട്ടുള്ള ഇപ്പോഴേ നമുക്കെല്ലാം സാങ്ഷനൊക്കെ കിട്ടിയിരിക്കുക, അത് ക്യാൻസലായി പോകും ചിലപ്പോൾ. അതുകൊണ്ട് അത് ക്യാൻസലാകാതെ നാമോച്ചാരണം നിരന്തരം ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു ദിവസം ഒരു 10 നാമമെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മൾ എന്തിനെങ്കിലും ചെയ്യും. കിടക്കാൻ പോയാൽ മതി, കിടന്നുകൊണ്ടാണെങ്കിലും ആ ഒരു 10 നാമം ചൊല്ലുക, നമ്മളൊരു ശീലമാക്കുക. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിങ്ങനെ പറഞ്ഞ് നാമം മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെയൊന്നും പറയണ്ട, ആരും കേൾക്കണ്ട, നമ്മൾ കേട്ടാൽ മതി. നമ്മുടെ ഈശ്വരൻ നമ്മൾ തന്നെ ഈശ്വരനാണല്ലോ, നല്ല വെപ്പ്. നമ്മുടെ ആത്മാവ് ഈശ്വരനും ഒന്നാണെന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം കേട്ടാൽ മതി. നാരായണ നാരായണ എന്നൊരു 10 പ്രാവശ്യം കിടക്കാൻ പോകുന്നതിന് മുമ്പോ ആണെങ്കിലും ജപിച്ചാൽ മതി. നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് അവിടുത്തെ സീറ്റ് പോകത്തില്ല, അവിടെ ഇരിക്കും. അത് നിത്യവും ചെയ്യുക. നമ്മൾ നിത്യവും എന്തൊക്കെ കാര്യം ചെയ്യുന്നുണ്ട്, ഉണർന്ന് എഴുന്നേൽക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഓരോന്നും ചെയ്യുമ്പോൾ നമുക്ക് നാരായണ 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 അത് 10 പ്രാവശ്യം ആകും. അങ്ങനെയും ചൊല്ലുക, അത് മനസ്സിലോർക്കുക. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ അജാമിളോപാഖ്യാനേ നാമനിരൂപണ പ്രകരണേ നാമശംസനാദി നിരൂപണം നാമ 2ാധ്യായഃ. ഹരി ഓം.